أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله وكفى وسلام على عباده الذين اصطفى ما بعد അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്‌ലിസിനെ സ്വീകരിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സന്തോഷവും സമാധാനവും റാഹത്തും നൽകട്ടെ. ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന സാമ്പത്തിക, ശാരീരിക, മാനസിക, പൈശാചിക വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തരട്ടെ. ദുആവസിയത്ത് ചെയ്ത ധാരാളം ആളുകളുണ്ട്. അല്ലാഹു എല്ലാവരുടെയും ആഗ്രഹങ്ങളെ സഫലമാക്കട്ടെ, വിഷമങ്ങൾ മാറ്റിത്തരട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, പരിശുദ്ധമായ റമളാൻ അതിൻ്റെ ഒന്നാമത്തെ ഘട്ടം, ആദ്യത്തെ 10 ഇൻഷാ അല്ലാഹ് നാളെ മഗ്‌രിബിയോടുകൂടി പൂർത്തീകരിക്കപ്പെടുകയാണ്. വിശുദ്ധമായ റമളാനിൻ്റെ രണ്ടാം 10ലേക്ക് ഇൻഷാ അല്ലാഹ് നാളെ മഗ്‌രിബിയോടുകൂടി നമ്മൾ പ്രവേശിക്കുകയാണ്. പരിശുദ്ധമായ റമളാനിൽ നമ്മുടെ മുൻഗാമികൾ ചൊല്ലി വന്നിരുന്ന അത്ഭുതകരമായ ദിക്റുകൾ ഇന്നും നമ്മൾ ചൊല്ലുകയാണ്. റമളാനിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ നമ്മൾ ചൊല്ലുന്നുണ്ട്. അതുപോലെ രണ്ടാമത്തെ 10 വന്നു കഴിഞ്ഞാൽ അല്ലാഹുമ്മ ഗഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ എന്ന് നമ്മൾ ചൊല്ലും. ഈ രണ്ട് ദിക്റിലും ഇസ്തിഗ്ഫാർ നമുക്ക് കാണാൻ കഴിയും. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ എന്നതിൽ ഇസ്തിഗ്ഫാർ ഉണ്ട്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് എന്നുള്ളതാണത്. അതുപോലെ രണ്ടാമത്തെ 10ലേക്ക് പ്രവേശിച്ചാൽ നമ്മൾ ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കുന്ന ദിക്ർ അല്ലാഹുമ്മ ഗഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ എന്നുള്ളതാണ്. അതും ഇസ്തിഗ്ഫാറാണ്. ഇസ്തിഗ്ഫാറിന് ധാരാളം സിഗകൾ നമുക്ക് കാണാൻ കഴിയും. അസ്തഗ്ഫിറുല്ലാഹ് എന്നുള്ളത് ഇസ്തിഗ്ഫാറാണ്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇസ്തിഗ്ഫാറാണ്. അല്ലാഹുമ്മ ഗഫിർലി ഇസ്തിഗ്ഫാറാണ്. അല്ലാഹുമ്മ ഗഫിർലി ദുനൂബി അതും ഇസ്തിഗ്ഫാറാണ്. അല്ലാഹുമ്മ ഗഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ ഇസ്തിഗ്ഫാറാണ്. അതുപോലെ സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്നറിയപ്പെടുന്ന ഒരു സീഗയുണ്ട്, ഒരു രൂപമുണ്ട്, ചില വചനങ്ങളുണ്ട്. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖതനി വഅന അഅ്ബുദുക വഅന അലാ അഹദിക വഅദിക മസ്തതഅതു അഊദു ബിക മിൻ ശർരി മാ സനഅതു അബൂ ലക ബിനിഅമതിക അലയ്യ വഅബൂ ലക ബിദംബി ഫഗ്ഫിർലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത എന്നുള്ളതാണ്. ഇങ്ങനെ ഇസ്തിഗ്ഫാറിന്റെ ധാരാളം രൂപങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇസ്തിഗ്ഫാർ നമ്മൾ അധികരിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് അള്ളാഹു നൽകുന്ന അത്ഭുതകരമായ ചില നേട്ടങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മളത് ചർച്ച ചെയ്യാമെന്ന് ആഗ്രഹിക്കുകയാണ്. പ്രത്യേകിച്ച് രണ്ടാമത്തെ 10ലേക്ക് നാളെ മഗ്‌രിബിയോടുകൂടി നമ്മൾ പ്രവേശിക്കുമ്പോൾ മഗ്ഫിറത്തിന്റെ 10ലേക്ക്, ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കേണ്ടുന്ന 10ലേക്ക്, ഇസ്തിഗ്ഫാർ നാം ധാരാളം ചോദിക്കുന്ന, അള്ളാഹുവിന് വേണ്ടി ചൊല്ലുന്ന അല്ലാഹുമ്മ ഗഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ എന്ന് ഓരോ നമസ്കാര ശേഷം നമ്മൾ അധികരിപ്പിക്കുന്ന 10 ദിവസങ്ങൾ, 10 ദിനങ്ങൾ, 10 രാത്രികൾ നമ്മിലേക്ക് സമാഗതമാകുന്ന ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ പഠിക്കുകയാണ്. ഒന്നാമത്തെ നേട്ടം എന്നുള്ളത് നമ്മുടെ ദോഷം പൊറുക്കും എന്നുള്ളത് തന്നെയാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞില്ലേ, ഫഖുൽതുസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നിങ്ങളുടെ പാപങ്ങളെ പുറത്തു തരും. ചെറിയ പാപങ്ങളാണ്, വലിയ പാപങ്ങൾക്ക് തൗബ ചെയ്യണം. വലിയ പാപങ്ങൾ കള്ളുകുടി, വ്യഭിചാരം, പലിശ, മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുക, സിഹ്ർ ചെയ്യുക, ഇങ്ങനെ തുടങ്ങിയ വലിയ വലിയ ശിർക്കുകൾ, പാപങ്ങളുണ്ടല്ലോ. ആ പാപങ്ങൾക്ക് നമ്മൾ തൗബ ചെയ്യണം. ചെറിയ പാപങ്ങളൊക്കെ ഇസ്തിഗ്ഫാറിലൂടെ അല്ലാഹു പൊറുക്കും. ഫഖുൽതുസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ. അല്ലാഹുവിന്റെ ഖുർആനാണ്. ഒന്നാമത്തെ നേട്ടം പാപം പൊറുക്കും എന്നുള്ളതാണ്. രണ്ടാമത്തെ നേട്ടം യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ, അല്ലാഹു മഴ വർഷിപ്പിക്കും എന്നുള്ളതാണ്. വല്ലാത്ത വെള്ളത്തിന് പ്രയാസം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കൂടുതൽ പ്രയാസത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മുമ്പൊക്കെ 10 മിനിറ്റ് മോട്ടർ ഇട്ട് കഴിഞ്ഞാൽ ടാങ്ക് നിറയുമായിരുന്നു. ഇപ്പോൾ 20 മിനിറ്റിലേക്കും 30 മിനിറ്റിലേക്കും പോകുന്നുണ്ട് എന്നാണ് സഹോദരിമാർ പറയുന്നത്. അപ്പോൾ വെള്ളത്തിന് പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കിണറുകൾ, കുഴൽ കിണറുകൾ വറ്റിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു മഴ നൽകാൻ ഇസ്തിഗ്ഫാർ ഉപകരിക്കും. ധാരാളം നമ്മൾ ചൊല്ലിക്കോളൂ. അള്ളാഹു തൗഫീഖ് തരട്ടെ. മൂന്നാമത്തെ നേട്ടം വയുംദിദുക്കും ബി അംവാലിൻ വബനീൻ, സാമ്പത്തികമായും അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹങ്ങൾ നൽകുമെന്നുള്ളത് മൂന്നാമത്തെ നേട്ടമാണ്. അതുപോലെ മറ്റൊരു നേട്ടമാണ് ബി അംവാലിൻ വബനീന, മക്കളിൽ അള്ളാഹു ബറക്കത്ത് നൽകുമെന്നുള്ളത്. നമ്മുടെ വീടുകളിലൊക്കെ ചുറ്റിക ഉണ്ടാകുമല്ലോ, ചുറ്റിക. ഇപ്പൊ പല ആളുകളും ചുറ്റിക എടുത്ത് മാറ്റിവെക്കാൻ തുടങ്ങി. കാരണം എപ്പോഴാണ് മക്കൾ തലക്കടിക്കാന്ന് പറയാൻ കഴിയില്ല. അങ്ങനെയുള്ള കാലഘട്ടമാണ്. മക്കളുണ്ടായിട്ട് കാര്യമില്ല, മക്കളെ കൊണ്ട് ബറക്കത്തുണ്ടാകണം. ദുനിയാവിലും ബറക്കത്തുണ്ടാകണം, ആഖിറത്തിലും ബറക്കത്തുണ്ടാകണം. അങ്ങനെയുള്ള ബറക്കത്ത് നമുക്ക് അള്ളാഹു നൽകാൻ ഇസ്തിഗ്ഫാർ നമ്മൾ അധികരിപ്പിച്ചാൽ മതി.
എത്ര നേട്ടങ്ങളാണ് ഇസ്തിഗ്ഫാറിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നത്. മാത്രമല്ല നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ്, ഇസ്തിഗ്ഫാർ പരിശുദ്ധമായ റമളാനിന്റെ രാവിലും 10 പ്രാവശ്യം പകലിലും 10 പ്രാവശ്യം വെച്ച് നമ്മൾ ചൊല്ലിയാൽ, പകലിൽ 10 പ്രാവശ്യം നമ്മൾ ചൊല്ലുക, രാത്രിയിൽ 10 പ്രാവശ്യം ചൊല്ലുക, അങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെയും മീകാൽ അലൈഹിസ്സലാമിൻ്റെയും ഇസ്രാഫിൽ അലൈഹിസ്സലാമിനും അസ്രായിൽ അലൈഹിസ്സലാമിനും അർശിനെ ചുമക്കുന്ന മലക്കുകൾക്കും അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം അള്ളാഹു നമുക്ക് നൽകുമെന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കാം. അർശ് എന്ന് പറഞ്ഞാൽ നിസ്സാരമാണെന്ന് നമ്മൾ വിചാരിക്കരുത്. ഈ ഭൂമിയിൽ നമ്മൾ കാണുന്ന സൃഷ്ടികളുണ്ടല്ലോ, വെള്ളത്തിൽ കാണുന്ന, കടലിൽ, കരയിൽ, അന്തരീക്ഷത്തിൽ, ആകാശത്ത്, ഭൂമിയിൽ, മനുഷ്യർ, ജിന്നുകൾ, മൃഗങ്ങൾ, പക്ഷികൾ, പറവകൾ, ഇവയെക്കാളൊക്കെ എത്രയോ ഇരട്ടി ജിന്നുകൾ, മലക്കുകൾ, ഇങ്ങനെയുള്ള എല്ലാ സൃഷ്ടികൾ, ഈ സൃഷ്ടികളെക്കാളൊക്കെ എത്രയോ ഇരട്ടിക്ക് വർധനവ് വരും ഓരോ ആകാശങ്ങളും മുകളിലേക്ക് പോകുമ്പോൾ എന്നാണ് മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചത്. ഒന്നാം ആകാശത്തിനേക്കാൾ കൂടുതലാണ് രണ്ടാം ആകാശത്തിൽ. ഒന്നാം ആകാശത്തിലും രണ്ടാം ആകാശത്തിലും ഉള്ളതിനെ ചേർത്താൽ അതിനേക്കാൾ കൂടുതലാണ് മൂന്നാം ആകാശത്തിൽ. അങ്ങനെ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ 7 ആകാശത്തിലുള്ള മലക്കുകൾ, ജിന്നുകൾ, മറ്റു എല്ലാ സൃഷ്ടികൾ, ആ സൃഷ്ടികളുടെ എത്രയോ 10 മടങ്ങ് ഇരട്ടി മലക്കുകൾ അള്ളാഹുവിന്റെ അർശിന്റെ ഒരു മേൽക്കുരയിലുണ്ട് എന്നാണ്. ഒരൊറ്റ മേൽക്കുരയിൽ. അങ്ങനെ എത്ര മേൽക്കുരയുണ്ട് അർശിന്? 70,000 മേൽക്കുരകളുണ്ട് അർശിന്. അപ്പൊ അർശിന്റെ വലിപ്പം എത്ര ആയിരിക്കും? അത്ഭുതമാണ് അർശ്. അങ്ങനെയുള്ള അർശിന് ചുമക്കുന്ന മാലാഖമാരുടെ എണ്ണം എത്രയായിരിക്കും? അത്രയും പ്രതിഫലം അള്ളാഹു നൽകും. ഇസ്തിഗ്ഫാർ പകല് 10 പ്രാവശ്യം ചൊല്ലുക, രാത്രി 10 പ്രാവശ്യം ചൊല്ലുക. അള്ളാഹു തൗഫീഖ് തരട്ടെ. അതുപോലെ ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുന്ന് പഠിപ്പിക്കുന്ന, ഒരാൾ അങ്ങാടിയിലേക്ക് ഇറങ്ങുമ്പോൾ ഇസ്തിഗ്ഫാർ ചൊല്ലിക്കഴിഞ്ഞാൽ, അസ്തഗ്ഫിറുല്ലാഹൽ അസീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങാടിയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ ആ അങ്ങാടിയിൽ എത്ര ആളുകളുണ്ടോ അത്ര ആളുകളുടെ എണ്ണം വെച്ച് ഇവന്റെ പാപങ്ങൾ അള്ളാഹു പൊറുക്കുമെന്ന് ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുന്ന് പഠിപ്പിക്കുകയാണ്. ചെറുതല്ല, ചെറിയ അവസരമല്ല നമുക്ക് വരുന്നത്. ഇസ്തിഗ്ഫാർ മഗ്ഫിറത്തിന്റെ 10 നാം അനുഭവിക്കുമ്പോൾ, മഗ്ഫിറത്തിന്റെ 10 ദിവസങ്ങൾ ഏറ്റവും കൂടുതൽ നമ്മൾ ചൊല്ലേണ്ടതും നമ്മൾ ചൊല്ലുന്നതും ഇസ്തിഗ്ഫാറാണ്. ആ ഇസ്തിഗ്ഫാറിന്റെ മഹത്വമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും ഇസ്തിഗ്ഫാറിന്റെ 3 മഹത്വങ്ങൾ, അത്ഭുതകരമായ മഹത്വങ്ങൾ, അതിശയിപ്പിക്കുന്ന മഹത്വങ്ങൾ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുന്നു, മൻ ലസിമൽ ഇസ്തിഗ്ഫാറ, ഒരാൾ ഇസ്തിഗ്ഫാറിനെ പതിവാക്കിയാൽ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ അസ്തഗ്ഫിറുല്ലാഹൽ അസീം എന്നാവട്ടെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് എന്നുള്ള ഇസ്തിഗ്ഫാർ ആകട്ടെ, അതല്ല അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ എന്നതാവട്ടെ, സയ്യിദുൽ ഇസ്തിഗ്ഫാർ ആകട്ടെ, ഏത് രൂപമാകട്ടെ, ഇസ്തിഗ്ഫാറിനെ അധികരിപ്പിച്ചാൽ ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ളിഖി മഖ്റജ, ഒന്നാമത്തെ നേട്ടം, എല്ലാ പ്രയാസവും മാറ്റി തരും. സാമ്പത്തികമായി, ശാരീരികമായി, മാനസികമായി, സാമ്പത്തികമായി എന്ത് പ്രയാസമാണ് നീ അനുഭവിക്കുന്നത്, ആ പ്രയാസം അള്ളാഹു മാറ്റിത്തരും എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റവാഹു അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്ന അത്ഭുതകരമായ ഹദീസാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് തരട്ടെ. ഒന്നാമത്തെ നേട്ടം അതാണ്. രണ്ടാമത്തെ നേട്ടം മിൻ കുല്ലി ഹമ്മിൻ ഫറജ, ടെൻഷൻ മാറുമെന്നാണ്. ടെൻഷൻ ഇല്ലാത്തവരാരാണുള്ളത്? ടെൻഷൻ വല്ലാതെ നമ്മെ പ്രയാസപ്പെടുത്തുന്നുണ്ട്. കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച്, നിലവിലുള്ള കാര്യങ്ങളെക്കുറിച്ച്, വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ടെൻഷൻ അടിക്കുന്നവരുണ്ടാകും. എല്ലാ ടെൻഷനും ക്ലിയറായി മനസ്സിന് നല്ല റാഹത്ത്, സന്തോഷം, സമാധാനം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. ഇസ്തിഗ്ഫാർ നമ്മൾ അധികരിപ്പിച്ചാൽ മതി. മൂന്നാമത്തെ നേട്ടം എന്നുള്ളത് വറസഖഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അല്ലാഹു നമുക്ക് റിസ്ഖിനെ നൽകും എന്നുള്ളതാണ്. ഭക്ഷണം റിസ്ഖാണ്, വസ്ത്രം റിസ്ഖാണ്, വാഹനം റിസ്ഖാണ്, പാർപ്പിടം റിസ്ഖാണ്. ഇങ്ങനെ തുടങ്ങി നമ്മുടെ ജീവിതത്തിനുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജീവിതത്തിന് ആവശ്യമുള്ള എല്ലാ വസ്തുക്കൾക്കും റിസ്ഖ് എന്ന് വിളിക്കാൻ പറ്റും. അങ്ങനെയുള്ള റിസ്ഖിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലത നൽകി, സമ്പത്ത് നൽകി, ഐശ്വര്യം നൽകുന്ന അത്ഭുതകരമായ ഒരു മാർഗമാണ് ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കേണ്ടുന്ന മഗ്ഫിറത്തിന്റെ 10 ദിനങ്ങൾ നാളെ മഗ്രിബിയോടെ നമ്മിലേക്ക് സമാഗതമാവുകയാണ്. ഇസ്തിഗ്ഫാർ കൊണ്ട് നമ്മുടെ ടെൻഷൻ മാറണം, ഇസ്തിഗ്ഫാർ കൊണ്ട് നമ്മുടെ പ്രയാസങ്ങൾ മാറണം, ഇസ്തിഗ്ഫാർ കൊണ്ട് നമുക്ക് അല്ലാഹു സാമ്പത്തികമായ പുരോഗതി നൽകണം, ഇസ്തിഗ്ഫാർ
ഇസ്തിഗ്ഫാർ കൊണ്ട് ദുനിയവിയും ഉഖ്റവിയുമായ ഒരുപാട് നേട്ടങ്ങൾ അള്ളാഹു നമുക്ക് നൽകണം. ഇസ്തിഗ്ഫാർ കൊണ്ട് അള്ളാഹു നമ്മുടെ പാപം പൊറുക്കണം, ഉപയോഗപ്പെടുത്തുക. അള്ളാഹു തൗഫീക്ക് തരട്ടെ. പരിശുദ്ധമായ റമദാൻ കൊണ്ട് വിജയിക്കാൻ അള്ളാഹു തൗഫീക്ക് തരട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.